ഖബർ കുഴിക്കുന്ന സമയത്ത് നീയൊന്ന് ചിന്തിക്കണ. നബി തങ്ങൾ പറഞ്ഞ ഹദീസ് എന്തെന്നറിയുവോ? ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില അകിലാ വലാ ശരിബ ശുർബാ ഇല്ലാ വഹുവ യബ്കീ വയദ്രിബു അലാ സദ്രി. നബിതങ്ങൾ പറയുകയാണ്, ആ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങാനും നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ. നബിതങ്ങൾ പറയുന്നു, കഴിക്കാൻ ഭക്ഷണമെടുത്തു, കരയാതെ കഴിക്കാൻ പറ്റൂല. കുടിക്കാൻ വെള്ളമെടുത്തു, നെഞ്ചത്തടിച്ച് കരയും വാപ്പാ. വയദ്രിബു അലാ സദ്രി. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം അവിടെ നിന്ന് പഠിച്ചവരാണല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച മനുഷ്യനാണ്. ഖബർ പോലും ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് സംസാരിച്ചിട്ടുണ്ടെന്ന് ചരിത്രം പറയുമ്പോ, ആ ഏകാന്തതയുടെ ഖബറിനകത്ത് ഒറ്റയ്ക്ക് പോയി കിടക്കണ്ടവരാട്. വെളിച്ചമില്ല പെങ്ങള്, വീടിന്റെ അകത്ത് ഫാനും ലൈറ്റുമെല്ലാം ഒഴിവാക്കിയിട്ട് ഒറ്റയ്ക്കിരിക്കാൻ പേടിക്കുന്ന പെങ്ങള്. 6 അടി മണ്ണിനകത്ത് നിന്നെ ഇറക്കി കിടത്തിയിട്ട് പലക നിരത്തിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ, അല്ലാഹുവേ ഞാനും നിങ്ങളും ഏകാന്തരായതിനകത്ത് കിടക്കേണ്ടവരാട്. റബ്ബേ ഞങ്ങളുടെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഇത് ജാരിയായ സദഖയാണ്, ഇത് ജാരിയായ സദഖയാണ്. അൽഹംദുലില്ലാഹ്. നിങ്ങളുടെ മദ്രസയുടെ മുകളിൽ പടച്ചവനെ ഒരു ബിൽഡിംഗ് പണിയാറാണ്. നല്ല കാര്യമല്ലേ സഹോദരാ? സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്കടോ. അല്ലാഹു തന്നതിൽ നിന്ന് ഒരൽപ്പം ആരെങ്കിലും സദഖ കൊടുക്കാൻ കഴിഞ്ഞാൽ അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ